പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് രോഹിത്തിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അലീനയാണെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ രോഹിത്ത് അലീനയോട് പറയുന്നുണ്ട് വെച്ചിട്ട് പൊടി പുല്ലേന്ന് കേട്ടോ. അപ്പോൾ നീ കോള് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് നിൻ്റെ റൂമിലേക്ക് കയറി വരും എന്ന് പറയുമ്പോൾ നീ ഒരു കോപ്പും ചെയ്യില്ലേടി എന്നാണ് കേട്ടോ രോഹിത്ത് അലീനയ്ക്ക് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അലീന വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും രോഹിത്തെ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടോണം എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഞാൻ അന്ന് പോലീസിനോട് മൊഴി കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും എനിക്കത് മാറ്റി പറയാനൊക്കെ പറ്റും. എനിക്ക് പിന്നീട് അത് പറയാൻ പറ്റില്ല എന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? നീ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തിക്കോ, അല്ലെങ്കിൽ അത് നിനക്കെന്നെ ദോഷം ചെയ്യും. അവൻ നിന്നെ സ്റ്റേഷനിൽ കയറ്റും, അതുപോലെ തന്നെ ജയിലിലും കിടത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ആരാടി എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പോടി എന്നൊക്കെ ഇങ്ങനെ മോശമായിട്ട് തന്നെയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു നീ ആദ്യം ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക. നിനക്ക് ഞാൻ ആദ്യം ഒരു അവസരം തന്നു നന്നാവാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നീ നന്നായില്ല. രണ്ടാമത് ഒരു അവസരം കൂടെ തന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും പോലീസിനോട് പറയാതിരുന്നത്. എന്നിട്ടും നിനക്കൊന്നും മാറാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയും നിനക്ക് മാറാൻ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയും. എനിക്ക് എപ്പോൾ വേണമെങ്കിലും അത് പറയാം. നീയും ഹരിയും കൂടെ ചേർന്ന് എനിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് ഞാൻ പോലീസിനോട് പറയും എന്ന് പറയും കേട്ടോ. അപ്പോൾ രോഹിത്തിനെ അത് കേൾക്കുമ്പോഴും ഒരു കൂസലും ഇല്ല കേട്ടോ. നീ അങ്ങ് പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കും എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഞാൻ ഒരു അവസരം കൂടെ തരാമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് 9 മണിക്ക് മുമ്പായിട്ട് നീ എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് എന്നോട് സോറി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് പോലീസിനോട് പറയും എന്ന് പറയൂ കേട്ടോ. അപ്പോഴും രോഹിത്ത് വെല്ലുവിളിക്കുകയാണ് നീ അങ്ങ് പറയടി എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു ആദ്യം ഞാൻ ഇവിടെ പറയും, നിൻ്റെ അച്ഛനോടും അമ്മേനോടും അതുപോലെ തന്നെ നിൻ്റെ അനിയത്തിമാരോടും മുത്തശ്ശിയോടും ഒക്കെ പറയും നീയും ഹരിയും കൂടിയാണ് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതെന്നുള്ളത് എന്ന് പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പോലീസിനോട് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന കോള് കട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഹരിക്കാണെങ്കിലും ആകെ രോഹിത്തിനാണെങ്കിലും ആകെ ദേഷ്യമാണ് കേട്ടോ. രോഹിത്താണെങ്കിലും ഫോൺ ബെഡിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് റൂമിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അലീനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അലീന എന്താ എടുക്കുന്നതെന്ന്. അലീന കിച്ചണിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നീട് താഴേക്ക് ഇറങ്ങി വരികയാണ് രോഹിത്ത്. എന്നിട്ട് എന്തായാലും അലീനയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ടായിരുന്നു. അലീനയോട് പറയും ഞാൻ നിൻ്റെ ഫോണിൻ്റെ കാര്യം പറയാനായിട്ട് വന്നതാണ് എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറഞ്ഞു എന്ന് അലീന പറയുമ്പോൾ ഫോണ് അന്ന് ഇവിടെ ഇങ്ങനെ ടേബിളിൽ ഇരിക്കുന്ന കണ്ടിരുന്നു, അത് ഹരി എടുത്ത് കൊണ്ടുപോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ ഫോൺ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഇവിടെ ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അലീന പറയുന്നുണ്ടായിരുന്നു. അത് ഹരി ഇങ്ങനെ പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്തിന്, അതിൻ്റെ മൂല്യം എത്രയാണെന്ന് എനിക്കറിയോ, ഞാനതൊരു വലിയ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത്ത് പറയും അതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു തന്നാൽ പോരേന്ന്. അപ്പം അതെന്തായാലും വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രോഹിത്താണെങ്കിലും ഒരു സോറി ഒന്നും പറയുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്കൊരു കുറ്റബോധം ഇല്ലേ, നിനക്ക് എന്നോട് ഒരു സോറി പറയാൻ പോലും തോന്നുന്നില്ലേ രോഹിത്തെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിർബന്ധമാണെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ വേണ്ട, ഒരു കുറ്റബോധവും അതുപോലെ തന്നെ ഒന്നും തോന്നാത്ത ഒരു സോറി എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പോകാൻ നേരത്ത് അലീന പറയുന്നുണ്ടായിരുന്നു എന്തായാലും നിനക്ക് എന്നോട് സോറി പറയേണ്ട ഒരു ദിവസം വരും. നീ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നീ എന്നോട് സോറി ചേച്ചി എന്ന് പറയും എന്ന് പറയും കേട്ടോ. ആ ഒരു ദിവസം എൻ്റെ നിൻ്റെ ആയുസിൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അത് കടന്നു പോവാതെ നമ്മളൊന്നും ഈ ഭൂമി വിട്ട് പോവില്ല എന്ന് അലീന ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ രോഹിത്തിനോട്. രോഹിത്തിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് രോഹിത് എന്തായാലും അങ്ങ് മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. അലീന ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിത്തിനൊരു കുറ്റബോധം ഇല്ലല്ലോ എന്നോർത്തിട്ടാവണം. പിന്നീട് പിറ്റേ ദിവസമാണ് കേട്ടോ, രാവിലെയാണ്. ബബിതയും കൃഷ്ണമോളും സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മനു വരുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ മനുവിനോട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇന്നും ലേറ്റ് ആയല്ലോ എന്ന് പറയുമ്പോൾ എന്നും അങ്ങനെ തന്നെയാണെന്ന് കൃഷ്ണമോള് പറയും കേട്ടോ. എന്നാൽ പിന്നെ പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് മനു അകത്തേക്ക് അങ്ങ് കയറുകയാണ്. മനു കയറി ചെല്ലുമ്പോഴേ രോഹിത്ത് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. മനുവിനെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് മനസ്സിൽ രോഹിത്തിന്. എന്തായാലും മനുവിനെ കാണുമ്പോൾ നല്ല സ്പീഡിലാണ് കേട്ടോ ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മെല്ലെ ഒന്ന് പതുക്കെ ആവുന്നുണ്ട്. അപ്പോൾ മനു ആണെങ്കിലും നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ രോഹിത്തിനെ നോക്കുന്നുണ്ട്. അത് ഇങ്ങനെ ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ തമ്മിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതൊക്കെ. രോഹിത്താണെങ്കിൽ ഇടയ്ക്ക് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്.
അച്ഛനെന്തേലും ഇനിയിപ്പം മനു എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള പേടിയിലായിരിക്കും അച്ഛൻ അവിടെ താഴെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അവനെ നോക്കിക്കൊണ്ട്. അപ്പോൾ രോഹിത് നോക്കുമ്പോൾ പിന്നെ ബാലചന്ദ്രൻ പിന്നെ അങ്ങോട്ട് നോക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രോഹിത്തിനോട് മനു പറയുകയാണ്, ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാമല്ലോ എന്ന് രോഹിത് പറയൂ കേട്ടോ. ഇതുപോലെയല്ല, ഒന്ന് വിശദമായിട്ട് കാണണം എന്നിങ്ങനെ മനു പറയുമ്പോൾ എനിക്ക് കോളേജിൽ പോകണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ മനു ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ, എന്നാൽ പിന്നെ എളുപ്പമായി, പറഞ്ഞയക്കുന്ന ദിവസം എന്നെ ഒന്ന് വിളിച്ച് അറിയിച്ചാൽ മതി, ഞാൻ കാറുമായിട്ട് വന്നിട്ട് അവളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയട്ടെ. അപ്പോൾ നീ എവിടേക്കാണ് കൊണ്ടുപോകുക എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ, അത് പിന്നെ ആൻറ്റി അറിയേണ്ട കാര്യമില്ലല്ലോ, ആൻറ്റി ഒരു സാധനം വേണ്ടാന്ന് പറഞ്ഞ് കളയുമ്പോൾ പിന്നെ അത് ആര് കൊണ്ടുപോയി ആരെടുത്തു എന്ത് ചെയ്തു എന്ന് അറിയേണ്ട കാര്യമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നതാണോ രാവിലെ തന്നെ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ, എനിക്ക് അങ്ങനെ വട്ടമൊന്നുമില്ലല്ലോ സ്വന്തം ആൻറ്റിയോട് യുദ്ധം ചെയ്യാനായിട്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മനുവിൻ്റെ സംസാരം അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ വൈജയന്തിക്ക്. പിന്നെ ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മനുവിന് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയാണെങ്കിലും. അപ്പോൾ വൈജയന്തിയുടെയും മനുവിൻ്റെ സംസാരം എല്ലാം ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവരുടെ സംസാരമെല്ലാം. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അലീന മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മനു വന്നിട്ടുണ്ടോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ മനുവേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു എന്ന് പറയൂട്ടോ. അവൻ ഉടനെ തന്നെ തിരിച്ചു പോവോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, മനുവേട്ടൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, മുത്തശ്ശീനെ കാണാതെ എന്തായാലും മനുവേട്ടൻ തിരിച്ചു പോവില്ലല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അലീന മരുന്ന് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, കുറച്ച് നേരത്തെ കഴിക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, മറ്റുള്ളവർക്കൊക്കെ കൃത്യസമയത്ത് എല്ലാം എടുത്തു കൊടുക്കുമല്ലോ, സ്വന്തം കാര്യം മറന്നുപോയല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അടി കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ അലീന പറയുമ്പോൾ അത് തന്നെയാണ് എന്നിങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മനു അവിടേക്ക് വന്നിട്ട് സൗദാമിനി അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. മനു അങ്ങനെയാണല്ലോ, എന്നിട്ട് ഇങ്ങനെ മുത്തശ്ശീനെ ഒന്ന് താടിയൊക്കെ പിടിച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ വിളിക്കുന്നത് കേട്ടില്ലേ, അവൻ്റെ ഇളയതുങ്ങളെ വിളിക്കുന്ന പോലെയാണ് എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീനയും പറയുന്നുണ്ട്, അത് മുത്തശ്ശീനെ കൊഞ്ചിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പോൾ പോയ ആൾ തിരിച്ചു വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീനയെന്ന് നോക്കിക്കൊണ്ട് മനു പറയുമ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു, മുകളിലുള്ള ആളോടും ഒക്കെ പറഞ്ഞിരുന്നു, അവളല്ലെങ്കിലും തിരിച്ചു വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, ഒരുപാട് വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. എന്നാലും അവളെ കൊണ്ട് നല്ല ജോലിയൊന്നും എടുപ്പിക്കേണ്ട കേട്ടോ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ. അതുപോലെ തന്നെ മുത്തശ്ശിയുടെ മോളോടും ഒന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ഫോൺ എവിടെ, അതിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ നോക്കുമ്പോൾ ആ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് അവന്മാരെടുത്ത് നശിപ്പിച്ച് കളഞ്ഞു കാണും എന്നൊക്കെ ഇങ്ങനെ മനു അറിയാതെ അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അറിയല്ലോ, അപ്പോൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒന്നും പറയണ്ട എന്നുള്ളത്. അപ്പോൾ ആര് നശിപ്പിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അപ്പോൾ പെട്ടെന്ന് തന്നെ മനു പറയാണ്, അലീനയോട് ശത്രുതയുള്ളവർ ഇവിടെ ഉണ്ടല്ലോ, അവരെ നശിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ പെട്ടെന്ന് മനു മുത്തശ്ശിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അലീനയാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, മനുവേട്ടൻ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ലേ കേട്ടോ, അത് മാഡത്തിന് ഇഷ്ടപ്പെടില്ല എന്ന് പറയൂ കേട്ടോ. മാഡത്തിനോട് മനുവേട്ടൻ ഇങ്ങനെ പറഞ്ഞു നോക്ക്, അവളെ കൊണ്ട് നല്ലോണം ജോലി ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ എനിക്ക് ജോലിയിലൊക്കെ കുറച്ച് ഇളവ് തരും എന്ന് പറയുമ്പോൾ, നീ നിൻ്റെ മാഡത്തിന് സൈക്കോളജിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ മനു അലീനയോട് ചോദിക്കുമ്പോൾ, ഞാൻ കുറച്ചായില്ലേ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ പറയും. പിന്നീട് മനു എന്നെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു, അലീനേനെ പറഞ്ഞു വിട്ടാലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവിടുത്തെ മാഡത്തിനുണ്ട്, മുത്തശ്ശിയുടെ മോൾക്കുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ. അവൾ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആൻറ്റീനോട് പറയുകയും ചെയ്യൂ, അവളെ പറഞ്ഞു വിടുന്ന ആ നിമിഷം എന്നെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ വന്ന് കൊണ്ടുപോയിക്കോളാന്ന്, അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞയക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിന് പച്ച മലയാളത്തിൽ ഒരു പേരുണ്ട്, അതിവിടെ പറയാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് കേട്ടോ, ക്രിമികടി എന്നിങ്ങനെ പറയും. അപ്പോൾ മനു ചിരിക്കുന്നുണ്ട്, നമിച്ചേ എന്ന് പറയും. പിന്നെ എന്തായാലും മനു യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അലീനയുടെ ഫോണ് അവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിനക്കിപ്പോൾ നിലവിൽ ഫോണില്ല അല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫോണ് അവളെടുത്തോട്ടെ, അവളിവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ മനുവിനെ ചോദിക്കുന്നുണ്ട്, അതുപോലെ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അലീന അത് മതിയെന്ന് പറയുകയാണെങ്കിലും മനു പോകുമ്പോൾ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാറ്റും വെളിച്ചും സന്തോഷമൊക്കെ കൂടെ കൊണ്ടുവരുന്ന പോലെയാണല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അലീന അത് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വൈജയന്തി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം കണക്ക് കൂട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അലീനേനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീനേനോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലെ ബില്ല് എത്രയായെന്ന് നിനക്കറിയോ, നീ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. 1,60,000 രൂപയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സാറിന് ഒരുപാട് പൈസ പോയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഒരുപാട് ബ്ലഡും പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ, ആ ബ്ലഡിന് പകരം തിരിച്ച് ഇങ്ങനെ കയറ്റുകയും ചെയ്തല്ലോ, തിരിച്ച് കിട്ടുകയും ചെയ്തല്ലോ, അതിൻ്റെ ബില്ലും ഇതിലുണ്ട്, ഇതൊക്കെ നീ വേണം തന്ന് തീർക്കാൻ, ഈ കടക്ക് നീ എന്ന് തീർക്കും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നീ ഇങ്ങനെ ജോലിയെടുത്ത് നിൻ്റെ ശമ്പളത്തിൽ നിന്ന് വീട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വൈജയന്തി. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവല്ലേ, പിന്നെ ഞാൻ എങ്ങനെ വീട്ടുന്ന്, അപ്പോൾ അത് ശരിയാണല്ലോ, അപ്പോൾ എങ്ങനെ പോയാലും പ്രശ്നമാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന്. അപ്പോൾ അലീന ഞാൻ നിൽക്കണോ പോകണോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ ഇപ്പം നിൽക്കണോ പോകണോ എന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ, നീ ഇവിടെ നിൽക്ക്, നിനക്കെന്താ ഇത്ര ധൃതി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മാസത്തെ ശമ്പളം കുറച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിലും വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു, നാളത്തെ കൃഷ്ണമോള് അലീനനെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈജയന്തി വന്ന് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഈ ജോലിയൊക്കെ ചെയ്യാനാണ് അവളെവിടെ നിർത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ കൃഷ്ണമോള് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് റെസ്റ്റാണ്, അമ്മയ്ക്ക് അത് അറിയില്ല എന്നൊക്കെ ചോദിച്ച് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശിനോട് അലീന ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്താ മുത്തശ്ശി പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് മുത്തശ്ശിയുടെ മനസ്സിലും എൻ്റെ മനസ്സിൽ ഉള്ളത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ, അതാ നല്ലത് എന്നിങ്ങനെ പറയും കേട്ടോ. പിന്നീട് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ ഫോണ് വന്നിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ ഫോൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. അന്നിങ്ങനെ ആവശ്യമില്ല ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുതരാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഫോൺ വാങ്ങിച്ചിരുന്നല്ലോ. അപ്പോൾ കോൾ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അലീന രോഹിത്തിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സത്യം ബാലചന്ദ്രനും തിരിച്ചറിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ട്